COVID-19 മഹാമാരി ലോകത്തെമ്പാടും നാശം വിതച്ചപ്പോൾ മനുഷ്യരാശിയുടെ പ്രതീക്ഷയായി മാറിയത് വാക്സിനുകളായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വാക്സിനേഷൻ യജ്ഞം ലോകമെമ്പാടും ഏകദേശം 14.4 ദശലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ചില പഠനങ്ങൾ ഈ സംഖ്യ 20 ദശലക്ഷത്തിനടുത്ത് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ മഹാമാരിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വാക്സിനുകളുടെ പങ്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്നാൽ വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അവ നൽകുന്ന പ്രതിരോധ ശേഷിയെക്കുറിച്ചും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പഠനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തും പൊതുജനാരോഗ്യ രംഗത്തും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഫൈസർ, മൊഡേണ പോലുള്ള mRNA വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ജാപ്പനീസ് ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പുതിയ പഠനമാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഈ ഗവേഷണം അനുസരിച്ച് ഈ വാക്സിനുകൾ ഗുരുതരമായ രോഗാവസ്ഥയെ ഫലപ്രദമായി തടയുന്നതിൽ വിജയിച്ചുവെങ്കിലും അവ നൽകുന്ന രോഗപ്രതിരോധ സംരക്ഷണം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ കുറയുന്നുണ്ട്. പഠനത്തിനായി 2021-22 നവംബർ ഏപ്രിലിന്റെ ഇടയിൽ